ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന ചിന്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് നാം ഇവിടെ വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചൊക്കെ ദാഹമുണ്ട്. ഒരു വിവാഹം കഴിഞ്ഞു, ഒരു തലമുറ ഇല്ലാതിരിക്കുന്നു, ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ടോ? സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലം മേടിക്കാൻ ദാഹമുണ്ടോ? വീട് വയ്ക്കാൻ ഒരു ദാഹമുണ്ടോ? കടങ്ങളും കടബാധ്യതകളുമായി നിൽക്കുന്നതെല്ലാം വീട്ടുവാനൊരു വഴി തുറക്കണം, അതിനുള്ള ദാഹമാണോ? രോഗിയായ ക്ഷീണിതനായി കിടക്കുകയാണ്, പലവിധ അസ്വസ്ഥതകളാണ്, ശാരീരിക മാസകാലം ചൊറിച്ചിലും ഷുഗറും അതിൻ്റെ പ്രഷറും കൊളസ്ട്രോളും, കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല, ഓർമ്മശക്തിയില്ല, തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിൽ നിന്നൊരു വിടുതൽ മോചനവും വേണം എന്ന് ദാഹിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എന്തിനെല്ലാം ദാഹിക്കുന്നു അതെല്ലാം ദൈവം സാധിപ്പിച്ചു തരാൻ ദൈവം വിശ്വസ്തരാണ്. അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് വിശ്വാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളത് ഈ ദൂതിലൂടെ ദൈവം നമുക്ക് തരുന്ന ആലോചനയാണ്. അതുകൊണ്ട് മടുപ്പ് വിചാരിക്കേണ്ട. നമ്മളെ കർത്താവ് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് കർത്താവ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരുന്ന് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങൾക്ക് വിടുതലായിട്ടില്ലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ പ്രാർത്ഥന കുറവുള്ളവരായി മാറിയാങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുക, നീ പ്രാർത്ഥിക്കുന്നേ, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇതാ നിൻ്റെ പ്രവൃത്തി, നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി കാര്യം കരുതിയിട്ടുണ്ട് കേട്ടോ. ആ കരുതലുകൾ കാണാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മ ആലോചനയായിട്ട് പറയുന്നത്, ദാഹിക്കുന്നവൻ എന്തിനെക്കുറിച്ചുള്ള ദാഹമാണ്? അപ്പോൾ രക്ഷിക്കപ്പെടാനുള്ള ദാഹമാണോ? സ്നാനപ്പെടാനുള്ള ദാഹമാണോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുള്ള ദാഹമാണോ? ഏതിനൊക്കെയുള്ള ദാഹമാണോ? അതെല്ലാ ദാഹങ്ങളെയും മാറ്റിത്തരുവാൻ ഈ വലിയവനായ കർത്താവ് കഴിയും. അത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. ദാഹമുള്ളവരായിരിക്കാൻ സഹായിക്കുന്നു. എല്ലാ ദാഹങ്ങളെയും മാറ്റിത്തരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.